കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറച്ചു. പക്ഷേ ഡയറ്റ് നിർത്തിയതും കുറച്ചതിനേക്കാൾ വേഗത്തിൽ വെയിറ്റ് തിരിച്ചു വരുന്നു. മിക്കവരുടെയും പരാതിയാണിത്. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു ശാസ്ത്രമുണ്ട്. നമ്മൾ കഠിനമായി ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരം ഒരു സ്റ്റാർവേഷൻ മോഡിലേക്ക് മാറും. അതായത് ഭക്ഷണം കുറയുമ്പോൾ ശരീരം ഊർജം ലാഭിക്കാനായി മെറ്റബോളിക് അഡാപ്റ്റേഷൻ നടത്തുന്നു. ഇതോടെ നിങ്ങളുടെ മെറ്റബോളിസം റേറ്റ് താഴ്ന്നു. രണ്ടാമത്തെ വില്ലൻ ഹോർമോണുകളാണ്. വെയിറ്റ് കുറയുമ്പോൾ വിശപ്പ് കൂട്ടുന്ന ഗ്രലിൻ ഹോർമോൺ കൂടുകയും വയറ് നിറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന ലെപ്റ്റിൻ കുറയുകയും ചെയ്യും. ഫലം, ഡയറ്റ് നിർത്തുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ കൂടുതൽ ഭക്ഷണം കഴിച്ചു പോകും. മറ്റൊരു പ്രധാന കാരണം മസിൽ ലോസ് ആണ്. വ്യായാമമില്ലാതെ ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ മസിൽ നഷ്ടപ്പെടുന്നു. മസിലുകൾ കുറയുമ്പോൾ വിശ്രമവേളയിൽ ശരീരം കത്തിക്കുന്ന കലോറി, അതായത് BMR-ന്റെ അളവ് കുറയും. ഈ സാഹചര്യത്തിൽ പഴയതുപോലെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ശരീരം അത് വേഗത്തിൽ കൊഴുപ്പായി സംഭരിക്കാൻ തുടങ്ങും. ഇത് ഒഴിവാക്കാൻ വെയിറ്റ് കുറയ്ക്കുന്ന കാലയളവിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാനും ശ്രദ്ധിക്കുക. കുറഞ്ഞ ശേഷം പെട്ടെന്ന് ഡയറ്റ് നിർത്താതെ റിവേഴ്സ് ഡയറ്റിംഗ് വഴി കലോറി പടിപടിയായി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പദ്ധതിയല്ല, അതൊരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ എന്തായിരിക്കും ഈ റിവേഴ്സ് ഡയറ്റിംഗ്? അറിയണോ? അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഡയറ്റ് വേണ്ടവർ കമന്റ് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ.